ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കും. നാളെ 3 മണിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പുറമെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പിൻ്റെയും വോട്ടെണ്ണലിൻ്റെയും തീയതികൾ നാളെ പ്രഖ്യാപിക്കും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൂടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനും കമ്മീഷൻ്റെ ആലോചനയിലുണ്ട്. 7-8 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ്. കമ്മീഷൻ അംഗങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയിരുന്നു. 543 ലോക്സഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ BJP 267 മണ്ഡലങ്ങളിലും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 353 സീറ്റുകൾ നേടിയാണ് NDA അധികാരത്തിലെത്തിയത്. 2019 മാർച്ച് 10-നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 11-ന് തുടങ്ങി മെയ് 11 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇന്ന് ചുമതലയേറ്റതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തീരുമാനിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ഡൽഹിയിലെ ഓഫീസിലെത്തിയാണ് ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ കുമാർ സന്ധവും പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ചുമതലയേറ്റത്. ശേഷം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ യോഗം നടന്നു. പിന്നാലെയാണ് നാളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്താനുള്ള ധാരണയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി എന്നിവരടങ്ങിയ സമിതിയാണ് കമ്മീഷനിലേക്ക് പുതിയ അംഗങ്ങളെ ശുപാർശ ചെയ്തത്. അധിർ രഞ്ജൻ ചൗധരിയുടെ എതിർപ്പ് അവഗണിച്ചാണ് നിയമനം. കൂടുതൽ വാർത്തകൾക്ക് sirajlive.com സന്ദർശിക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. Waytonikah.com, the exclusive Muslim matrimonial site.